ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ തീയലാണേ. അതിനായിട്ട് ആദ്യം ഒരു ചീനച്ചട്ടി വെച്ചു. അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ തിരുമ്മിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3-4 ചെറിയ ഉള്ളി ചേർത്തു. ഒരു ചെറിയ കഷ്ണം പുളി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില ചേർത്തു. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല പോലെ വറക്കാം. വറക്കുക വെച്ചാൽ നല്ല ബ്രൗൺ കളർ ആവണം, അതുവരെ വറുത്തെടുക്കണം. അങ്ങനെ നല്ലപോലെ വറുത്ത് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ല പോലെ വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 4 സ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടി അധികം എരിവില്ലാത്തതായതുകൊണ്ടാണ് 4 സ്പൂൺ ചേർക്കുന്നത്. എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഇത് നല്ല പോലെ വറുത്തെടുക്കണം. നല്ലപോലെ അതിൻ്റെ പച്ചമണമെല്ലാം മാറി അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ചട്ടി എടുത്ത് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം നല്ലപോലെ പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. അത് ചതച്ചത് ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ച മണമെല്ലാം മാറി നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. നല്ല ബ്രൗൺ കളർ ആയതിന് ശേഷം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വെള്ളരിക്ക, പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കണം. ഒരുപാട് ഉള്ളി നല്ലോണം അങ്ങ് ബ്രൗൺ കളർ അങ്ങൊന്നും ആവണ്ട. ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ഈ ഉള്ളിയിലേക്ക് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്ത് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ചെമ്മീനും ഉള്ളിയും വെള്ളരിക്കൊക്കെ ഒന്ന് വേവണമല്ലോ. വേവിച്ചെടുക്കാനായിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അത് ഒന്ന് വെന്ത് നല്ലൊരു തിള വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ച് നല്ലപോലെ ഒന്ന് തിള വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തീയൽ റെഡിയാവും. ഇനി അതിലേക്ക് ലാസ്റ്റ് നമ്മൾ കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുക്കുമ്പോൾ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ചെമ്മീൻ തീയൽ റെഡിയാവും. ഇതിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ തീയലും ഗോതമ്പ് പുട്ടുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി കോമ്പിനേഷനാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്